ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ആമിയുടെ ഈ കടത്ത എന്താണെന്നറിയോ? അവർ ചേച്ചി പോയപ്പോൾ എടുത്ത വീഡിയോ ആണത്. വന്നു പോയി. അപ്പോൾ വന്നപ്പോൾ പോണതിലിടയ്ക്ക് എന്താ അവർ എന്നെ കാറിൽ എല്ലാവരും ഒന്ന് കൊണ്ടുപോയി ചുറ്റിക്കറക്കി കൊണ്ടുവരികയൊക്കെ ചെയ്തു. അതൊന്നും മതിയായിട്ടില്ല. പോയ വിഷമം ഇനി വരും. സ്കൂൾ തുറക്കുമ്പോഴേക്കും വരും. ചേച്ചിക്ക് ഇവിടെ അല്ലേ ജോലി, അപ്പോൾ വരും. ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് വരും. കുറച്ച് ദിവസമൊക്കെ ഇവിടെ വന്ന് നിൽക്കും ഇനി. അപ്പോൾ ഇവർ രണ്ടാളും ഭയങ്കര വിഷമത്തിലാണ്. മീക്കു പോയി കിടക്കണുണ്ടോ? ഇത് പോയി കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണേ. പിന്നെ വരുമ്പോഴുള്ള ഒരു സന്തോഷങ്ങൾ ഒന്ന് കാണണത്. ഇവരുടെ കൂട്ടക്കരച്ചിലുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊന്ന് വീഡിയോ ഒന്ന് അവസാനം വരെ കണ്ടറിയാം. ഇവരുടെ ഒരു കൂട്ടക്കരച്ചിലുണ്ടായിരുന്നു. കുട്ടിയുടെയും മിക്കുവിൻ്റെയും ആമിയുടെയും ചേച്ചിയുടെയും എല്ലാവരുടെയും. അപ്പോൾ ഇവരുടെ മനസ്സൊക്കെ ഒന്ന് ഇവരുടെ മനസ്സ് എത്ര ഉണ്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതും എത്ര ഉണ്ട് സന്തോഷിക്കുന്നുണ്ട് ചെറിയ കാര്യത്തിന് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ടാലറിയാം. അപ്പോൾ ഇതൊന്ന് ഫുള്ളായി കാണണേ. മിക്കുവിൻ്റെയും ആമിയുടെയും ഈ കാട്ടിക്കൂട്ടലൊക്കെ ഒന്ന്. അപ്പോൾ ചേച്ചി വന്നതും പിന്നെ ഇതിപ്പോൾ പോയിട്ടുള്ള ടെൻഷനാണേ. മിക്കു ഇപ്പോൾ എന്താ ചെയ്യുന്നറിയാം. ഞാൻ വിളിക്കാൻ വന്നതാ അവനെ. ഈ കടത്തം തന്നെയായിരുന്നു കുട്ടി. കടന്നിട്ട് ഞാനേ വിളിക്കാൻ വന്നതാ, ഒന്ന് പുറത്ത് പോയി കളിക്കാൻ നമുക്ക് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കൂടെ വരികയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവനെന്താ കാട്ടിയെന്നറിയോ? ഞാൻ ഇപ്പോൾ ലൈറ്റ് ഇട്ടത് അവൻ ഇരുട്ടത്ത് അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ എന്താണെന്നറിയോ അവൻ കാട്ടീന്? ഇതാണ്ടോ നേരെ കട്ടിലിൻ്റെ അടിക്കാണ്ട് പോവുക ചെയ്തു. കുട്ടി വന്നില്ല. ആമയോട് തിരിച്ചു പോന്നു. അപ്പോൾ ആമയോട് ഞാൻ അവനെ വിളിക്കാൻ പറയുമായിരുന്നേ. മിക്കുവിനെ വിളിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ മേലേക്ക് തിരികെ ചെയ്തത്. അവൾക്ക് പിന്നെ നമ്മളെന്തേലും പറഞ്ഞാൽ അവൾ സന്തോഷിച്ചിട്ട് നമ്മളെ മേൽ കൂടും. മിക്കു അങ്ങനെയല്ല. അവൻ കുറച്ച് എന്താ പറയുക, ഇമോഷണലാവും അവൻ. കുറച്ച് നേരം കിടക്കുക. 2 ദിവസമൊക്കെ അവൻ്റെ ഈ ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ചേച്ചി വരുന്ന വീഡിയോയിലേക്ക് നമുക്ക് കാണാം. വീഡിയോ കാണാം നമുക്ക്. മിക്കു ആമിയെ എന്തൊക്കെയുള്ള പ്രശ്നം? എന്താ പ്രശ്നം വെച്ചാൽ അത് പറയൂ. എന്താ പ്രശ്നം? ചേച്ചി വരുന്നുണ്ടോ? ചേച്ചി ഉണ്ണി വരുന്നുണ്ടോ? ഇന്ന് ചേച്ചി കുട്ടി വരുന്നതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ഈ നടക്കണത്. അപ്പോൾ ഈ മലയാളി എന്താണ് പറയുക, ഇവരെന്നെ പഞ്ചാബി മലയാളികൾക്ക് ഈ പഞ്ചാബി പെണ്ണിനും പഞ്ചാബി ചെക്കനും മലയാളം നന്നായി പഠിഞ്ഞു. അപ്പോൾ ചേച്ചിയെ കാത്തുക്കുകയാണ് ജനലിൻ്റെ അതിനൊക്കെ പോയിട്ടേ. ഇതുണ്ടോ ഞാൻ ചേച്ചി വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഇവർ സന്തോഷിച്ചിരിക്കൽ തുടങ്ങിയതാ. ഇതാണ് മക്കൾ. ആമിക്കുട്ടി ആരാ വരുന്നേ? ചേച്ചി വരുന്നുണ്ടോ? മിക്കുട്ടി ഓട്ടോറിക്ഷ വരുന്നുണ്ടോ? ഇന്ന് ചേച്ചി ഓട്ടോറിക്ഷയിലാണ് വരുന്നത്. പൊന്നോ ഇങ്ങോട്ടൊക്കെ എടാ ചക്കോ എത്താറായണോ? ചെവി കൂർപ്പിച്ചിരിക്കണം. അവൻ ആ ഓട്ടോറിക്ഷ അറിയാം. കാരണം ഞങ്ങൾ ഓട്ടോറിക്ഷ പകുതിക്ക് പറഞ്ഞയച്ചതാണേ. അപ്പോൾ അവനറിയാം. ഓട്ടോറിക്ഷ ഞങ്ങൾ സ്ഥിരം വാക്സിൻ വയ്ക്കാനൊക്കെ പോണ ഓട്ടോറിക്ഷയാണ്. അജ്ജോ എത്തി മിക്കുത്താട്ട എത്തി അയ്യടാ എത്തിയടാ ഓടടാ. അതെ ഇവരെ വിടട്ടെ. അയ്യോ പോയിക്കോ. ഒറ്റ കാണാൻ വേണ്ടിയിട്ട് എപ്പോൾ നിൽക്കാൻ തുടങ്ങിയോ? അയ്യോ ആവിടെ സന്തോഷം. അയ്യോ മിക്കു ഇവിടെ മിക്കു എന്തൊക്കെ എടുത്ത് ഓർഡർ ഉണ്ട്. മിക്കു ടർക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അയ്യോ ഓടിക്കോ. എൻ്റെ കുട്ടികളൊരു സന്തോഷം. എൻ്റെ കുട്ടികളെ എപ്പോൾ തുടങ്ങിയാൽ നടത്താമെന്നറിയോ? നോക്കിയിട്ട് എവിടെ വെച്ചിട്ട് ഓട്ടോറിക്ഷയുടെ ശബ്ദം പിന്നെ അവർക്ക് അറിയാം. ഇന്ന് ഞാൻ ഓട്ടോറിക്ഷയിലാണ്. ആമി എന്താമി എവിടെ താരനെ കാണാനില്ലല്ലോ. കയറ്റുന്നുണ്ടോ? കയറ്റണ്ടേ? ആൾക്കാരായി പോണ സമയത്തൊന്ന് കൊണ്ടുവന്നതാ. ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.